എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചെന്നാൽ എനിക്ക് 8ൻ്റെ പണി കിട്ടിയ ദിവസമായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചെന്നാൽ ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോകണം. രാവിലെ അമ്പലത്തിൽ പോകേണ്ടതുകൊണ്ടേ താലം നടത്താം. അപ്പോൾ താലത്തിന് വേണ്ടിയിട്ട് ഇന്ന് പൂജയാണ് അമ്പലത്തിൽ. അപ്പോൾ അമ്പലത്തിൽ പോകാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ അടുക്കളയിൽ വരുമ്പോഴെന്നാണ് ഗ്യാസ് തീർന്നു പോയി കേട്ടോ. അപ്പോൾ നമ്മൾ കാലിക്കൂറ്റിക്ക് വേണ്ടിയിട്ട് നേരത്തെ ബുക്ക് ചെയ്തതാണ്. പക്ഷേ ലോഡിങ് ഇല്ലാത്തത് കൊണ്ട് സപ്ലൈ നടക്കുന്നില്ല എന്നാണ് ഗ്യാസുകാരൻ പറഞ്ഞത്. കാരണം നമുക്ക് ഇഡലി സാമ്പാറും ഉണ്ടാക്കാൻ ഭയങ്കര കഷ്ടപ്പാട് തന്നെ ഇരുന്നു കേട്ടോ. പിന്നെ നമുക്ക് അലുമിനിയം കുക്കർ ഇരുന്നത് കൊണ്ട് അതിലേക്ക് കഷ്ണങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അതിൽ വേഗം വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സാമ്പാർ ഉണ്ടാക്കിയെടുത്ത്. പിന്നെ നമ്മുടെ സ്റ്റീൽ കുട്ടകം ആയതുകൊണ്ട് നമുക്ക് അടുപ്പിൽ വെക്കാൻ പറ്റത്തില്ല. കാരണം അലുമിനിയം കുട്ടകം ഉണ്ടായിരുന്നു, ഇഡലി പാത്രം ഉണ്ടായിരുന്നു. അതിൽ ഇഡലിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോൻ്റെ വർക്കിന് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അനുക്കുട്ടിയും കൂടിയാണ് പിന്നെ അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നേ. അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻകറി തലേദിവസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പിന്നെ ഉച്ചയ്ക്കുള്ള കറികൾ പ്രശ്നമില്ല. പിന്നെ വന്നിട്ട് വേണം എന്തെങ്കിലും കൂടെ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ പൂജയെല്ലാം കഴിഞ്ഞ് താലമൊക്കെ കിട്ടി നമ്മൾ വീട്ടിൽ വന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ താലം നടത്തിയത്. അങ്ങനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇപ്പം നല്ല ചൂടല്ലേ. പിന്നെ വന്നു കഴിഞ്ഞിട്ട് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മാങ്ങയെല്ലാം പഴുക്കാനായി കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം പറിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് പഴുത്തതിരുന്നതെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീൻകറി തലേദിവസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് കോവയ്ക്ക് ഇരുന്നതും കൂടെ അടുപ്പിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് മെഴുക്കുവരട്ടിയിടുക. അപ്പോൾ നമുക്ക് വീടിനകത്ത് അടുക്കളയിൽ അടുപ്പൊന്നും ഇല്ല കേട്ടോ. നമുക്ക് പ്രത്യേകം നമ്മൾ പുറത്ത് അടുപ്പ് കൂട്ടിയതാണ്. അപ്പോൾ വെള്ളമൊക്കെ ചൂടാക്കാനായിട്ട് മാത്രമേ നമ്മൾ ഈ അടുപ്പ് അങ്ങനെ എടുക്കാറുള്ളൂ. പിന്നെ ചില സമയത്തൊക്കെ അരിയൊക്കെ അടുപ്പത്തിടും അവിടെ. അല്ലാത്തപ്പോൾ നമ്മൾ റൈസ് കുക്കറിലാണ് വെക്കുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഗോതമ്പ് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയതിരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് നല്ല വെയിലല്ലേ, അപ്പോൾ നമുക്കതൊന്ന് കഴുകിയിടണേ, പെട്ടെന്ന് അതൊന്ന് ഉണക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ 3-4 ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് തലവേദനയും കാര്യങ്ങളൊക്കെ ആയത് കാരണം ഞാനിത് പേറ്റാനോ കഴുകാനോ ഉണക്കാനോ ഒന്നും പോയില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് നല്ല ചെളിക്കട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം പെറുക്കി മാറ്റി നന്നായിട്ട് പേറ്റിയെടുത്ത് 3-4 പ്രാവശ്യം കഴുകി വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് എടുത്തിട്ട് ടെറസിൽ തന്നെ 2 വിരിച്ചിട്ട് ഞാനത് എല്ലാം ഒന്ന് വിരിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഗോതമ്പ് നിരത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കഴുകി വെച്ചിരുന്ന തുണിയും അതും കൊണ്ടുവന്ന് ഇപ്പുറത്ത് ആഴയിൽ വിരിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല വെയിലായിരുന്നു. ഇപ്പോൾ എല്ലാ ദിവസവും നല്ല വെയിൽ തന്നെയല്ലേ. വല്ലപ്പോഴും കൂടെ ഒരു മഴ കിട്ടിയാലായി. മഴക്കാർ വയ്ക്കും, പക്ഷെ ആ മഴക്കാർ കാറ്റ് കൊണ്ടുപോകും, മഴ പെയ്യത്തില്ല. അങ്ങനെയാണ് ഓരോ ദിവസവും നടക്കുന്നത്. മഴക്കാർ വെച്ച് കഴിഞ്ഞ് മഴ പെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂട് കൊണ്ട് കിടക്കാൻ പോലും പറ്റത്തില്ല. രാത്രിയിൽ എന്ത് ചൂടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തെ വിശേഷം എന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് ഗ്യാസ് കിട്ടി കേട്ടോ. ഗ്യാസ് വീട്ടിലവർ കൊണ്ടുവന്നില്ല, നമ്മൾ ഏജൻസിയിൽ പോയിട്ട് നമ്മൾ ഗ്യാസ് എടുത്ത് അങ്ങനെ അവിടെ നമ്മുടെ കാലിക്കുറ്റി കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ നിന്ന് ഗ്യാസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം നമുക്ക് കറിക്ക് കുറച്ച് വെണ്ടയ്ക്ക തീയൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതെ, ഇതാണ് വെണ്ടയ്ക്ക തീയൽ ഉണ്ടാക്കിയെടുത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മുളകിലും കൂടെ കറി വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വൈകുന്നേരം നമുക്ക് ചോറിനുള്ള കറികൾ ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ അനുക്കുട്ടി ഇവിടെ മുട്ട പൊരിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുട്ടയും കൂടെ വേണമെന്നും പറഞ്ഞിട്ട് മുട്ട പൊരിക്കുകയാണ്. പക്ഷെ അതൊന്ന് മറിച്ചിടാനുള്ള ഒരു അംഗം നടക്കേണ്ടി ഇവിടെ. കറക്റ്റായിട്ട് ഇട്ട് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വീഴിയല്ല, അത് മടങ്ങിപ്പോയെന്നും പറഞ്ഞിട്ട് അങ്ങനെ അത് ഒരു വശം ശകലം പൊട്ടിപ്പോയി. എന്നാലും അത് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറുള്ള കറിക്കുള്ളതാണ് അതൊക്കെ വൈകിട്ട്. പിന്നെ അതേ വൈകുന്നേരം അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല മഴക്കാറൊക്കെ വെക്കുന്ന ആ സമയത്ത് ഞാൻ പിന്നെ പുറത്തേക്കൊന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ റോസക്കുട്ടന്മാരാണ് കേട്ടോ ഇത്. അപ്പോൾ പുഴു വന്ന് മുട്ടുകളെല്ലാം ഇങ്ങനെ പകുതിക്ക് വെച്ച് കടിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതൊക്കെ പുഴുവിനെയൊക്കെ കളഞ്ഞു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പിടിച്ചത്. പിന്നെ നമ്മുടെ വടക്കൊച്ച് നിൽക്കുന്ന ഗോഡി സ്പോട്ട് എന്ന് പറയും, ഗോഡി സ്പോട്ട് എന്നെന്തോ അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കിളിക്കൂട് കണ്ട് കേട്ടോ. 2-3 കിളികളിങ്ങനെ പറന്ന് പോയപ്പോഴാണ് അവിടെ നോക്കുമ്പോൾ അവിടെ ഒരു കൂടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ കൂട് കേട്ടോ. ഞാനത് നോക്കി ഇങ്ങനെ ചെല്ലുമ്പോഴാണ് കണ്ടത്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഈ കുഞ്ഞു വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കണേ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.